പോയിക്കോ, ഇനി മേലിൽ ഇവിടെ കണ്ടുപോകരുത്. താങ്ക് യു സാർ. നീ വിഷമിക്കണ്ടേ, ഞാനില്ലേ ഇവിടെ. നീ ഏതാടാ കൊച്ചനെ? നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? പിന്നെ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിന്നെ ആരാ സഹായിക്കുന്നത്? ആദ്യം ഇംലിയെ വെറുതെ വിട്, എന്നിട്ട് ഞാൻ നിന്റെ ചോദ്യങ്ങളൊക്കെ മറുപടി പറയാം. അതിനെന്താ വിടാമല്ലോ. പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് നീ കറക്റ്റ് ആയിട്ട് ആദ്യം ഉത്തരം പറയണ ചെറുക്ക. എങ്ങോട്ടാ നീ ഓടിപ്പോകുന്നേ? അല്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ഇവരെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, വേഗം പറഞ്ഞു. മോഷണം ചെയ്യുന്നത് പാവമാണെന്ന് വേഗം പറ. മോഷണം ചെയ്യുന്നത് പാവമാണെന്ന് അവരോട് ക്ഷമ ചോദിക്കണേ. മോഷണം നടത്തുന്നത് പാപമാണ്, മോഷണം നടത്തുന്നത് പാപമാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കണേ. ഞങ്ങളെ വെറുതെ വിടൂ. ഞങ്ങൾ ഒരിക്കലും ഇനി ഇവിടേക്ക് വരില്ല. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ജിൻടു, ഇവരെ ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും അയക്ക്. ഒരു കാര്യമെങ്കിലും പറയൂ, താൻ ആരാണ്? കാണുമ്പോ ഞാൻ ചിലപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കും. എന്റെ പേരാണ് വീർ. അയച്ചു കഴിഞ്ഞു ബോസ്. പക്ഷെ നീ അവരെ എങ്ങോട്ടേക്ക് അയച്ചത്? അതൊന്നും എനിക്കറിയില്ല. വീറല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് അയക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദൂരത്തേക്ക് അയച്ചു. ഓ, നിന്റെ ഒരു കാര്യം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഉണ്ടോ? കടം തികടം ദം ദമാദം. ഇത് പറഞ്ഞിട്ട് പറയണം ഞാൻ പറക്കട്ടെ എന്ന്. ഞാൻ ഈ പറക്കുന്നത് പോലെ അപ്പൊ നിങ്ങൾക്കും പറക്കാൻ കഴിയും. എന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വിളിച്ചാ മതി. താങ്ക് യു. ഈ സഹായം തന്നെ ധാരാളമാ. അക്കടം പക്കടം ആലം ഫാലം നികിടം തികിടം ദം ദമാദം. ഞങ്ങൾ ഇവിടുന്ന് പറക്കട്ടെ. വരൂ ചുൾപുൾ, വായുവിൽ പറന്നോളൂ. ബോസ് ബോസ്, അത് കണ്ടില്ലേ? ഒരു കഴുത വായുവിൽ പറക്കുന്നു. വായുവിൽ പറക്കുന്ന കഴുത എവിടെ? നിങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ? കഴുതകൾ എന്നാടോ പറന്നിട്ടുള്ളത്? ചുൾബുൾ, നീ പോയി വായുവിൽ നിന്റെ ഷോ കാണിക്ക്. എന്നിട്ട് അവരുടെ ശ്രദ്ധ തിരിക്ക്. ആ സമയം കൊണ്ട് ഞാൻ മിസൈലിന്റെ കാര്യം ഒന്ന് നോക്കട്ടെ. ഓക്കേ വീർ. ബോസ് ബോസ്, ഒന്നിങ്ങോട്ട് വരൂ. ഇത് കണ്ടില്ലേ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്ക്. എന്റെ അമ്മേ, ഇതെന്തായി സംഭവം? ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമകളിലല്ലേ നടക്കാറുള്ളൂ. ഇന്നത് റിയൽ ലൈഫിൽ സംഭവിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് തീർച്ചയായും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരോ ഒപ്പിച്ചു വെച്ച പണിയാണ്. ഞാൻ മിസൈലിന്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ ഇവിടെ നിൽക്കി. ഓ, അപ്പൊ നീ ആയിരുന്നോ? അതേലിട്ട് കുത്തിയത് മതിയടാ കൊച്ചനെ. കോബ്രയോട് ഏറ്റുമുട്ടുന്നു നീ. പിടിച്ചോ, കോബ്രയുടെ പഞ്ച് പിടിച്ചോ.
പുറത്തു കയറിയിരുന്നാലോ? ഇവൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാലോ? ഇത് കൊള്ളാലോ. വീർ, വീർ, എന്നെ രക്ഷിക്കൂ വീർ. നിന്നെ ഞാൻ അത്ര വേഗമൊന്നും വിട്ടുകൊടുക്കൂല ചുൾബുൾ. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെന്തായി സംഭവിക്കുന്നത്? ഇത് ചെറുക്കനാണോ അതോ മാന്ത്രികനോ? സോറി വീർ, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. അതൊന്നും സാരമില്ല ചുൾബുൾ. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഞാൻ നീ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു. ഇന്ന് പിടിച്ചോ. തെറ്റാരുടെ തന്നെയായാലും അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ലഭിക്കും. അയ്യോ, പൊളിഞ്ഞേ. ഓടിക്കോ, ജീവനെ ഓടിക്കോ, ആരെങ്കിലും രക്ഷിക്കണേ. അമ്മേ, തീ പിടിച്ചേ. കഷ്ടിച്ച രക്ഷപ്പെട്ടെ. ഹാ, ഇംലി പറഞ്ഞത് ശരിയായിരുന്നു. ദേഷ്യം വഴക്കും കാരണം ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഒടുവിൽ മുടിയനായ പുത്രൻ വീട്ടിൽ മടങ്ങിയെത്തി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. നമ്മൾ കൂട്ടുകാരായിരുന്നു, കൂട്ടുകാരാണ്, ഇനി എന്നെന്നും കൂട്ടുകാരായിരിക്കും. ആനക്കൊണ്ടയ്ക്ക് പറ്റിയ ചികിത്സ കൊടുക്കാൻ പറ്റുമോ? ആഹാ, പിന്നെന്താ, വളരെ നല്ല ചികിത്സ കൊടുക്കാമല്ലോ. അല്ല, നീ ഇതെന്തൊക്കെയാ ചെയ്യുന്ന ചിണ്ടു? നീ എന്നോട് ചെയ്യാൻ പറഞ്ഞതല്ല ഞാൻ ചെയ്യുന്നത്. നീ പറഞ്ഞു ഇതിന് ചികിത്സ കൊടുക്കാൻ, ഞാനത് ചെയ്യുകയാണ്. എന്റെ പൊന്നു ദൈവമേ, ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുത്ത സമയത്ത് ഈ ജിണ്ടു എന്താ ഉറങ്ങുമായിരുന്നോ? ജിണ്ടു നീ പൊയ്ക്കോ, അതങ്ങനെ വിട്ടേക്ക്. നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. പൊക്കോ പൊക്കോ, വേഗം പൊക്കോ, ബൈ. പറഞ്ഞയക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ ഇവിടുന്ന് പോവുക. ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യരുത്. കഷ്ടിച്ച രക്ഷപ്പെട്ടെ. ഈ റോബോട്ട് ഭയങ്കര ഡേഞ്ചറസാ. മതി, കൊറേ നേരമായല്ലേ എന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പൊ നിന്നെ തടയേണ്ട സമയം വന്നിരിക്കുന്നു. ഇപ്പൊ നീ തിരിച്ചു നേരെ നിന്റെ ബോസിന്റെ അടുത്ത് പോയിക്കോ മോനെ. ഗുഡ് ബൈ. നീ എന്താ വീരി ചെയ്തത്? അതിനെ അവസാനം നിന്റെ കൈ കിട്ടിയപ്പോ നീ എന്തിനാ പിന്നെ അതിനെ വെറുതെ വിട്ടത്? ഞാനതിന്റെ കൺട്രോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെയല്ല, അവന്റെ ബോസിനെ തന്നെ പോയി പിടിച്ചോളും. വീർ, നീ പേരുണ്ട് മാത്രമല്ല, ശരിക്കൊരു വീരനാ.
ഇതാ എത്തിപ്പോയി എന്റെ ആനക്കൊണ്ട റോബോട്ട്.